അവതരിപ്പിക്കുന്നത്. ജനം, ഡൽഹി. വനിതാ സംവരണ ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷ പാർട്ടികൾ കുപ്രചാരണം ആരംഭിച്ച് ഇന്ത്യ സഖ്യം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിലനിർത്തിയാൽ മതിയെന്നും ആവശ്യം. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ഒപ്പം ചേരുകയാണ്. ദിലീപ്, ഈ കുപ്രചരണമാണല്ലോ ഇന്ത്യ സഖ്യം ഇപ്പോൾ നടത്തുന്നത്. അതായത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഇനി കൂട്ടണ്ട, ഇപ്പോഴുള്ള 543 നിലനിർത്തിയാൽ മതി. ഇവരുടെ ഈ കുപ്രചാരണം, അതായത് ഇപ്പോൾ പ്രതിഭ പാട്ടീൽ പോലുള്ള പ്രഥമ വനിതാ രാഷ്ട്രപതി അടക്കം ഇതിനെ പിന്തുണച്ച് രംഗത്ത് വരികയാണ്, പിന്തുണയേറുകയാണ്. മറുവശത്ത് ഇന്ത്യ സഖ്യം പറയുന്നത് എന്താണ്? കൃഷ്ണ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ സംവരണം അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല് എന്തിനു വേണ്ടിയാണ് നടപ്പിലാക്കുന്നത് അടക്കമുള്ള കാര്യം കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള വ്യക്തമാക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം കുപ്രചാരണം നടത്തുന്നതെന്ന് അവർക്ക് തന്നെ വ്യക്തമാകുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു ബില്ലിനെ പറ്റി അവതരിപ്പിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി ഒന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല. അതിൽ തന്നെ ഇതിന്റെ ഒരു ഇരട്ടത്താവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻ രാഷ്ട്രപതി, ഇന്ത്യയുടെ പ്രഥമ വനിതാ രാഷ്ട്രപതിയായ പ്രതിഭ പാട്ടീൽ അടക്കമുള്ളവരും അതോടൊപ്പം തന്നെ BSPയുടെ UP മുൻ മുഖ്യമന്ത്രിയായ മായാവതി അടക്കമുള്ളവർ ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും മായാവതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബില്ല് പിന്തുണയ്ക്കാൻ വൈകിയതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഈ ഒരു തീരുമാനത്തെ വളരെയധികം സ്വാഗതാർഹമെന്നും അടക്കമുള്ള കാര്യങ്ങൾ BSP അടക്കമുള്ളവർ, മായാവതി അടക്കമുള്ള അത്രത്തോളം മുതിർന്ന നേതാക്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെയധികം സ്ത്രീകൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ഇത്തരത്തിലൊരു കുപ്രചരണം നടത്തുന്നതെന്നോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബില്ലിനെ ഈ ഇന്ത്യ സഖ്യം എതിർക്കുന്നോ അവർക്ക് തന്നെ വ്യക്തമല്ല. എന്തായാലും നാളെയാണ് ഈ ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത്. വളരെ ശക്തമായി തന്നെ ഈ ബില്ല് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കൃഷ്ണദാസ് നൽകുകയായിരുന്നു ദിലീപ് കുറ്റിച്ചൽ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. Dilip's Arcade Study Abroad. Europe is the hope. Dilip's Arcade is the path. ആദ്യം തീരുമാനമെടുക്കുന്നവർ എവിടെയും മുന്നിലായിരിക്കും.